എന്തുവാ ചോദിച്ചത്? ഈ മോന് ഈ പെൺകുട്ടിയായിട്ട് ഇത്രയധികം ഇഷ്ടത്തിലായിട്ടും എന്തിനാണ് അയാൾ എതിർത്ത് വന്നത്? അയാൾ എതിർത്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് അങ്ങനെയുള്ള സ്നേഹങ്ങളൊന്നുമില്ല. അത് ഇങ്ങനെ ആയപ്പോൾ തന്നെ അയാൾ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് കണക്ക് പറഞ്ഞ് എൻ്റെ പിന്നെ മോള് അവൻ പറയുന്നത് കേൾക്കത്തോളം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് വീട്ടിൽ പോയായിരുന്നു ഞങ്ങൾ. അന്നേരം പറഞ്ഞ് ആ കൊച്ചിന് അന്നേരം 18 വയസ്സൊന്നും തികഞ്ഞില്ല. അന്നേരം ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിക്ക്, അവൻ്റെ അടുത്ത് പറഞ്ഞ് നല്ലൊരു ജോലി കണ്ടെത്ത് എന്ന്. അന്നേരം അയാൾ തന്നെ പറഞ്ഞു, അയാൾ തന്നെ എൻ്റെ അടുത്താണ് പറഞ്ഞത്. അവനെ അടുത്ത് എതിർത്തിട്ടൊന്നുമില്ല. അയാൾ പറഞ്ഞ് ചേച്ചി നമുക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി, നമുക്ക് നടത്തി കൊടുക്കാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരാൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വേറെ വന്ന് ഞങ്ങളടുത്ത് പറയും. ഇയാളാണെങ്കിൽ അവരെ അങ്ങ് ചുമ്മാ, അതായത് ആ കൊച്ചിൻ്റെ ഫോൺ പരിശോധിക്കൽ, പിന്നെ എന്താ പറയുന്നത്, അനാവശ്യമായിട്ട്, അതായത് ആ കൊച്ചിൻ്റെ കൂട്ടുകാരുടെ കൂടെ പോലും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒട്ടും ഇതില്ലാത്തൊരവസ്ഥയിലാണ് ആ കൊച്ചു ജീവിച്ചുകൊണ്ടിരുന്നത് അവിടെ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ കൊച്ചിന് ആശ്വാസത്തിനായിരിക്കും ചിലപ്പോൾ ഇവനെ വിളിക്കുമ്പോഴത്തേക്ക് ആ കൊച്ചിനൊരു ആശ്വാസം കിട്ടും. അങ്ങനെ അവൻ പറയുന്നത് മാത്രം ആ കൊച്ചിനെ അതിന് വിളിക്കുമ്പോൾ ആശ്വാസം കിട്ടുമായിരിക്കും. അതായിരിക്കും അയാൾ എതിർത്തത്. ഒരു എതിർപ്പൊന്നും ഇല്ലായിരുന്നു അയാൾക്ക്. അങ്ങനെ തുടക്കം മുതലേ എതിർപ്പായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ അയാൾ വരുത്തൊന്നുമില്ല. ഞങ്ങളുമായിട്ട് നടത്തി കൊടുക്കാമെന്ന് ഞങ്ങളെയൊക്കെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്. പിന്നെ അത് പറയാനായിട്ട് ആദ്യത്തെ സമയങ്ങളിലൊക്കെ പിന്നെ ഞങ്ങൾ വേറെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് 3 റൂമുണ്ടായിരുന്നു, അവനും പ്രത്യേക റൂമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മിക്കവാറും ചില ദിവസങ്ങളിൽ ഞങ്ങൾ കതക് അടച്ചിട്ടിരിക്കും, ഞങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഞങ്ങൾ തട്ടുമ്പോഴത്തേക്ക് ഇയാളുമായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇയാളുമായിട്ട് ഭയങ്കര ക്ലോസ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരുന്നു അയാള്. മതവിഭാഗങ്ങളിലൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇല്ല, അയാൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ UK പോകാനായിട്ട് നിന്നതായിരുന്നു, ഞങ്ങൾ ഫാമിലി ആയിട്ട്. അപ്പോൾ ആ ഫാമിലി ആയിട്ട് ഞങ്ങൾ പോകാനായിട്ട് നിന്നപ്പോഴത്തേക്ക് അയാൾക്കൊരു എന്തുവാ അയാൾ പറഞ്ഞത്, നിങ്ങൾ UK പോയി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മോളെ ഉപേക്ഷിക്കും എന്നിങ്ങനെ അയാൾ ഞങ്ങളടുത്ത് എപ്പോഴും പറയുമായിരുന്നു. അപ്പോഴും ഞങ്ങൾ പറയാം അങ്ങനെയുള്ള എന്തിനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഏതോ ഒരു ദിവസം അവരുടെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ കൊച്ചുങ്ങളെന്ന് വെച്ചാൽ ഇവർ ഇത്രയും അധികം ഇതായതുകൊണ്ടും രണ്ടുപേരും പരസ്പരം എന്തായാലും ഒന്നിച്ച് ജീവിക്കത്തോളം എന്ന് പറഞ്ഞപ്പോൾ അവരമ്മ എൻ്റെ അടുത്ത് എന്നെ വിളിച്ച് പറഞ്ഞതാ അവരുടെ നിശ്ചയം നടത്തി വയ്ക്കാനെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാ അവരമ്മ വിളിച്ച്. അപ്പോഴേ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ ഇരുന്ന് ഞാനങ്ങളെ പറയുകയും ചെയ്തു. അപ്പോഴും ഈ കൊച്ചിന് 18 വയസ്സ് തികഞ്ഞതുമില്ല, ഇവന് 19 വയസ്സ് തികഞ്ഞതുമില്ല. അപ്പോഴും ഞാൻ അന്നേരം പറയുകയും ചെയ്തു, നിങ്ങളെന്ത് ഈ പറയുന്നത്, ഈ ഇത്രയും പ്രായമുള്ള പിള്ളേരെയാണ് വിളിച്ച് വെച്ച് നിശ്ചയം നടത്തുന്നത്. അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് പോയിട്ട് ആ പെൺകൊച്ച് പഠിക്കട്ട്, അവൻ എവിടെയെങ്കിലും നല്ലൊരു ജോലി ഉണ്ടാവട്ടെ. നിങ്ങളിങ്ങനെ ഈ പിള്ളേരെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ അവരുടെ പുറകെ മാത്രം ഇങ്ങനെ നടക്കാതെ എന്ന് ഞാൻ അയാളുടെ ഞാൻ എപ്പോഴും പറയുന്ന ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ആ കൊച്ചിനൊന്നും മിണ്ടാനോ സംസാരിക്കാനോ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ല അവിടെ. അങ്ങനെ പ്രശ്നമായിട്ടാ കൊച്ചിന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ ഏതോ പിന്നെ ഈ കൊച്ചിന് 18 വയസ്സ് തികയുന്നതിൻ്റെ അന്ന്, 18 വയസ്സ് തികയുന്നതിൻ്റെ തലേന്ന് ഇയാള് ഞങ്ങളെ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങളടുത്ത് പറയുന്നത് ഏതാണ്ട് 10:30 എങ്ങാണ്ടായി. ഹസ്ബൻഡ് വരുന്നതും കാത്തിരുന്നിട്ട് ഇയാൾ 10:30 വന്നിട്ട് പറയാ, ചേട്ടാ നാളെ 18 വയസ്സ് തികയുക ഇവന്, ഈ എൻ്റെ മോക്ക്. അപ്പോഴവരെങ്ങാണ്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു. ചേട്ടാ അത് അങ്ങനെ ചെയ്യരുതെന്ന് പറയാമെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ, 18 വയസ്സ് തികയുന്ന ആ കൊച്ചു പോയി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയല്ലേ ചെയ്യുന്നത്. ചേട്ടൻ അതിൻ്റെ പുറകെ ഇങ്ങനെ എപ്പോഴും അങ്ങ് നടക്കാതെ, അവര് നമ്മളടുത്ത് പറഞ്ഞിട്ടല്ലേ അത് പോകുന്നത്, കൂട്ടുകാരുമായിട്ട് കേക്ക് മുറിക്കുന്നു. അത് പറ്റത്തില്ല ചേട്ടാ, അത് പിന്നെ ഞങ്ങൾക്ക് നാണക്കേടാ, വല്ലവരുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാ, അങ്ങനൊന്നും കേക്ക് മുറിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ അതെല്ലാവരും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അന്നും ഇതണക്ക് കുറേ കാര്യം ഞാൻ പറഞ്ഞു, ചേട്ടൻ എപ്പോഴും ആ കൊച്ചിന് ശ്വാസം വിടാൻ സമയം കൊടുക്കുക.